ഒരു മാരുതി സുസുക്കിയുടെ വാഹനം എന്തുമാത്രം റിലയബിൾ ആണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇതൊരു 1,57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. LDI ആണ്, ഡീസലാണ്. സോ ഇത് എന്തുമാത്രം റിലയബിൾ ആണെന്ന് നമുക്ക് ചോദിക്കാം. ശ്രീനാഥ് ബ്രോ, ഇത് എന്തുമാത്രം റിലയബിൾ ആണെന്ന് അറിയാൻ ഇതിന്റെ റീപ്ലേസ്മെന്റ് ഒക്കെ എന്തായാലും കുറെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ വാട്ടർ പമ്പ് കൂടെ മാറ്റി ഒരുമിച്ചാണ് മാറിയത്. എല്ലാം കൂടെ 20,000 ആയിട്ടുണ്ട്. ഓക്കെ, വേറെ ബാറ്ററി എത്ര പ്രാവശ്യം ചേഞ്ച് ചെയ്തു? ബാറ്ററി 4 തവണ ബാറ്ററി മാറ്റി. പിന്നെ EGR 2 തവണ ക്ലീൻ ചെയ്തു. ഒരു തവണ ലാസ്റ്റ് ടൈം റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. എത്ര കോസ്റ്റ് ആയി? 12K ആയി എല്ലാം കൂടി. സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ടോ? സസ്പെൻഷൻ 1 lakhന് മാറിയിട്ടുണ്ട്. 4 സസ്പെൻഷനും മാറിയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടും കാര്യങ്ങളും പ്രശ്നമില്ല. ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ മാറ്റിയിട്ടുണ്ട്. അത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു മെയിൻ കാര്യമാണ്. ഒരിക്കലും 8ന്റെ പണിയായിരുന്നു. ഒരു സ്വിഫ്റ്റിൽ, ഒരു മാരുതി സുസുക്കിയുടെ വാഹനത്തിലൊന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു റീപ്ലേസ്മെന്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ വാക്ക് വിത്ത് യൂട്യൂബ് ചാനലുണ്ട്. ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിന്റെ റിവ്യൂ ആണ്. 1,57,000 വലിയ കിലോമീറ്റർ ഉള്ള 2-3 വണ്ടി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലും കൂടിയ വണ്ടികൾ മേ ബി ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. 2+ ഒക്കെ. സോ എങ്കിലും ഒന്ന് പറഞ്ഞേര്, 1,57,000 കിലോമീറ്റർ ഓടിയതിന് ഈ വണ്ടിയിൽ എത്ര രൂപയുടെ ഫ്യൂൽ അടിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ.